ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം ചെയ്യേണ്ടത് ആ ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളതാണ്. ആ ആർട്ടിസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓരോ ഇമോഷൻസ് നമ്മൾ ഒപ്പിയെടുക്കണം. അല്ലാതെ കേട്ട ഉടനെ ഡബ് ചെയ്യരുത്. ആദ്യം ഒരു പ്രാവശ്യം കേട്ട് രണ്ടാമത്തെ പ്രാവശ്യം കേട്ട് അവരായി മാറണം. ഡബ്ബിങ് എവിടെ ഉണ്ടെങ്കിലും പോയി എനിക്ക് വിഷമമാണ്. അഭിനയിക്കാനിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് എന്നെപ്പോൾ എനിക്ക് പറ്റിയില്ലെന്ന് എനിക്കൊരു വിഷമമില്ല. പക്ഷേ ഡബ്ബിങ് അങ്ങനെയാണ്. അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കാം. ഏജുള്ള ക്യാരക്ടർ കൊടുത്ത് പിന്നെ 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 നമ്മൾ വിളിക്കുമ്പോൾ മുഴുവനും ഏജ് ക്യാരക്ടറാണ്. അമ്മൂമ്മ ഓക്കെ ജയലക്ഷ്മി വിളിക്കും. നമുക്ക് പറ്റുന്ന നമ്മുടെ വോയിസിനുള്ള ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യാം. കാരണം ഓൾറെഡി അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. മിക്ക സിനിമകളിലും അമ്മൂമ്മ ക്യാരക്ടർക്ക് വരുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഉള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഈ ഒരു ക്യാരക്ടറെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സിനിമകളുണ്ട്. എനിക്ക് അനുഭവങ്ങളുണ്ട്. പലപ്പോഴും എന്നെ വർക്കുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വോയിസ് ഓക്കെ ആണ്, ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് വർക്കുകൾ പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരു പരാതി പറയാനോ ഒന്നും പോയിട്ടില്ല. എന്നാലും ഇപ്പോൾ പറയൂ, ഈ ശ്വേത ചേച്ചിയുടെ ആണെങ്കിലും ആ ഭാഷ അത് ഇത്തിരി പിടിക്കാൻ പാടുവാണല്ലോ. അതെ, ശ്വേത മേനോൻ്റെ വോയിസ് കാസർഗോഡ് സ്ലാങ് മുസ്ലിം ടച്ചുള്ള ക്യാരക്ടറായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഹെൽപ്പ് എങ്ങനെയാണെങ്കിൽ ഓൾറെഡി പൈലറ്റിൽ ഉണ്ടാവും വോയിസ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എങ്ങനെയാണ് അവർ വോയിസ് കൊടുത്തിരിക്കുന്നത്, അവരുടെ മീറ്റർ എങ്ങനെയാണ്, അവരുടെ എവിടേക്കാണ് അവർ ഇമോഷൻസ് എവിടേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ആദ്യം നമ്മൾ സ്റ്റഡി. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം ചെയ്യേണ്ടത് ആ ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളതാണ്. ആ ആർട്ടിസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓരോ ഇമോഷൻസും നമ്മൾ ഒപ്പിയെടുക്കണം. അല്ലാതെ കേട്ട ഉടനെ ഡബ് ചെയ്യരുത്. ആദ്യം ഒരു പ്രാവശ്യം കേട്ട് രണ്ടാമത്തെ പ്രാവശ്യം കേട്ട് അവരായി മാറണം. അപ്പോൾ അറിയാതെ നമുക്ക് ഉള്ളിൽ നിന്ന് വരും. ഒരിക്കലും ഡബ്ബിങ് മറ്റുള്ളതുപോലെ പ്രൊഫഷൻ പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ടെക്നിക്കലി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ നമ്മളത് എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യം, അതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഭാഷ ചിലപ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ടില്ല, കണ്ണൂർ സ്ലാങ് എനിക്ക് അറിയില്ല. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ കണ്ണൂർ സ്ലാങ് അറിയുന്ന ഒരാൾ നമ്മുടെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യും. അതിപ്പോൾ ഞാൻ കന്നഡയാണെങ്കിലും അങ്ങനെ ചെയ്യും, മറാഠി ആണെങ്കിലും ചെയ്യും, പഞ്ചാബി ആണെങ്കിലും എനിക്ക് എങ്ങനെയാണോ അവർ പറഞ്ഞു തരുന്ന ആ ഭാഷ അത്. പക്ഷേ മോഡുലേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ട കാര്യമാണ്. ഇപ്പം മറ്റേ ചാവേറിൽ കണ്ണൂർ സ്ലാങ്ങിൽ വോയിസ് കൊടുക്കുന്ന കാര്യം, അവർ സത്യത്തിൽ ഓൾറെഡി എൻ്റെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു പോയതായിരുന്നു. അവർ പറഞ്ഞു കണ്ണൂർ സ്ലാങ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് കണ്ണൂരിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ കണ്ണൂരിൽ നിന്ന് ഓൾറെഡി ചെയ്തു. ഒരു 14 പേരോളമൊക്കെ വോയിസ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആണ് അവർ സെലക്ട് ചെയ്തത്. പക്ഷേ മൂവി ഇറങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുന്നാണ് എന്നെ വിളിക്കുന്നത്, ഈ വോയിസ് ഒന്ന് മാറ്റിയെടുക്കണം, വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൂർ സ്ലാങ് ആയതുകൊണ്ട് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ടിനു ആയിരുന്നു എൻ്റെ, ടിനു പപ്പച്ചനായിരുന്നു. അപ്പോൾ ടിനു ആണെങ്കിൽ മുൻപേ അറിയാം. പക്ഷെ ഞാനാണെന്ന് പറയുമ്പോൾ ടിനുവിന് ഒരു സംശയം, ചേച്ചി തൃശ്ശൂർക്കാരിയല്ലേ, ചേച്ചി എങ്ങനെ കണ്ണൂർ ചെയ്യുന്നപ്പോൾ ടിനുവിനും ഡൗട്ടായി. പിന്നെ വോയിസ് ടെസ്റ്റ് അടിച്ചപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. സംഗീതയ്ക്ക് കുറച്ചേ ഉള്ളൂ അതിൽ, എങ്കിലും ആ ഒരു സ്ലാങ്ങിൽ നമ്മൾ പറഞ്ഞാലല്ലേ അത് മാച്ചാവുള്ളൂ. പരാക്രമത്തിൽ അത് പിന്നെ നോർമൽ വോയിസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും മൂവീസ് ചെയ്തതിൽ എൻ്റെ ഓൺ വോയിസ് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ സംഗീതയ്ക്കായിരിക്കും. സംഗീതയ്ക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ രോഹിണി മാമിനും കൊടുത്തിട്ടുണ്ട്. അല്ല രോഹിണി മാമിന് ARM കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ARM കാസർഗോഡ് കണ്ണൂർ ആ ബോർഡറിലുള്ളൊരു സ്ലാങ്ങാണ്. പക്ഷേ വോയിസ് ചെറുപ്പത്തിലുള്ള വോയിസ് ഏകദേശം എൻ്റെ വോയിസാണ്. അവർക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സമയത്ത് പിന്നെ ഏജായല്ലോ. അപ്പോൾ ഒരു ക്യാരക്ടർ തന്നെ 3 പീരീഡുകൾ വരും. അതായത് ഇപ്പോൾ ചെറുപ്പത്തിലും പിന്നെ അതേപോലെ തന്നെ ഏജായിട്ടുള്ള ക്യാരക്ടർ വരുമ്പോൾ ആ 2 വോയിസും ഒരേ ആർട്ടിസ്റ്റിന് തന്നെ 2 ടൈപ്പിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡയറക്ടർ ചോദിക്കും, ചേച്ചി ചെറുപ്പമാണ് കേട്ടോ, കുറച്ച് ഒന്ന് ഇതായിട്ട് കൊടുക്കണേ, യങ്ങായിട്ട് കൊടുക്കണേ, പറ്റുമോ ചോദിക്കും. ഞാൻ പറഞ്ഞാൽ കൊടുക്കാം. അപ്പോൾ യങ്ങായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇത് കുറച്ച് ഏജായിട്ടാണ്, കുറച്ചുകൂടെ ഏജ് വേണം, ചേച്ചിയുടെ ഏജല്ല, കൊടുക്കാം. അങ്ങനെയാണ് ഇപ്പോൾ നീന ഗുപ്തയ്ക്കൊക്കെ കൊടുത്തത്, നീന മാമിനൊക്കെ കൊടുത്തത്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ചേച്ചി ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേച്ചി ഓൾറെഡി വന്നോണ്ടാണ് ഇപ്പോൾ പൂനം ബജ്വയ്ക്ക് മറ്റേ മേഹു മൂസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല പ്രായത്തിലുള്ള ഏതൊരു പടത്തിൽ അനുഷ്ക ഷെട്ടിക്കും
ലക്ഷ്മി ഗോപാലസ്വാമി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെയും ആക്ടിങ് സ്റ്റൈലും പ്രസന്റേഷൻ സ്റ്റൈലും ബോഡി ലാംഗ്വേജും ഡിഫറെൻ്റ് ആണ്. ഏജ് ഡിഫർ ചെയ്യും, ക്യാരക്ടേഴ്സിന്റെ ഏജ് ഡിഫർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഏജ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശബ്ദം അതിലേക്ക് ആക്കിയെടുക്കുന്ന ആ ഒരു ടെക്നീക്ക് എന്താണ്? ഇത് എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ബട്ട് സൗണ്ട് എഞ്ചിനീയേഴ്സ് തന്നെ ചോദിക്കും, ചേച്ചി കട്ട മാറ്റട്ടെ ചോദിക്കും. അവരങ്ങനെയാ പറയാം, നോബ് മാറ്റട്ടെ ചോദിക്കും. ആ ചേച്ചി നോബൊന്ന് മാറ്റിക്കോ, ചേച്ചി ഓരോ നോബ് വരുമ്പോഴും ഓരോ വോയിസാണ്, നോബ് മാറ്റിക്കോ എന്ന് പറയും. അതായത് കളിയാക്കുന്നതാണ്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമ്മൾ ആ ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഏതൊരാൾക്കും ആ ക്യാരക്ടറിലേക്ക് വരാൻ പറ്റും. ഒബ്സർവേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അപ്പോൾ അനുഷ്ക ഷെട്ടിക്കല്ല ഞാൻ ആദ്യം കൊടുത്തത്, ലക്ഷ്മി ഗോപാലസ്വാമിക്കായിരുന്നു. ലക്ഷ്മി ഗോപാലസ്വാമി അതിൽ അമ്മ ക്യാരക്ടർ, മറ്റേ സിനിമയുടെ പേര് മറന്നുപോയി, നരസിംഹറെഡ്ഡിയിൽ ലക്ഷ്മി ഗോപാലസ്വാമിയാണ് അമ്മ. അമ്മയ്ക്ക് വോയിസ് കൊടുത്ത അമ്മ ഒരു സാത്വികയായിട്ടൊരു സ്ത്രീ, വളരെ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അമ്മയാണ്. വോയിസ് ടെസ്റ്റ് ചെയ്തു, ഓക്കെ അടിച്ചു, ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അനുഷ്ക ഷെട്ടി പവർഫുൾ ക്യാരക്ടറാണ്. ആ പവർഫുൾ ക്യാരക്ടർ കന്നഡ തെലുങ്ക് പോകുന്നത് എങ്ങനെയാണോ ആ വോയിസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ചെയ്തു, ഹീറോയിൻ വോയിസിൽ ചെയ്തു. പക്ഷേ തെലുങ്കിലും കന്നഡയിലും പോകുന്നത് ഭയങ്കര പവർഫുൾ. കാരണം അവർ ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ വോയിസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കൊടുക്കണം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയലക്ഷ്മി ആ ക്യാരക്ടറും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇവിടെ ലക്ഷ്മിക്ക് ചെയ്തതാണല്ലോ, അപ്പോൾ രണ്ടും കൂടെ അതൊന്നും പ്രശ്നമല്ല, വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മൂവി തുടങ്ങുന്ന സമയത്ത് ലാലേട്ടനും പിന്നെ എൻ്റെ വോയിസുമാണ് നരേഷൻ പോകുന്നത്. ഝാൻസി റാണിയാണ് നരേഷൻ പറയുന്നത്, ഈ ഭടന്മാരോട് അവരുടെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ വോയിസും വരുന്നുണ്ട്, അനുഷ്ക ഷെട്ടിയുടെ വോയിസും വരുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ അനുഷ്ക ഷെട്ടിയെ സ്ക്രീനിൽ കാണിക്കുന്നത് 3 സീനിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ വോയിസ് ഓവറാണ് പോകുന്നത്. അതപ്പോൾ ഒരു സിനിമയിൽ അങ്ങനെ വലിയൊരു സിനിമയിൽ 2 ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പല സിനിമകളിലും 2-3 വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തത് ഏറ്റവും കൂടുതൽ ചെയ്തത് ഏത് സിനിമയിലായിരിക്കും? കുറേ വോയിസുകൾ ചെയ്ത് ഡയറക്റ്റ് മൂവീസ് ഉണ്ടോ? മലയാളം ഉണ്ട്. ഡയറക്റ്റ് മൂവീസിൽ ഞാൻ 2 കുഞ്ഞൽ തോല് ഞാൻ രേഖ ചേച്ചിക്ക് ഒരു ഏജുള്ള ഒരു അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്തത് രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂരുള്ള സമയത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് പറയേണ്ടി വരും ആദ്യം. ആ സമയത്ത് ഞാൻ എറണാകുളത്തേക്ക് അധികം വന്നിട്ടില്ലല്ലോ, സിനിമകളൊന്നും അധികം ചെയ്തു തുടങ്ങിയിട്ടില്ല. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ മോഹൻ തോമസ് ഡയറക്റ്റ് ചെയ്ത ഒരു മൂവി ഞാൻ ചെയ്തിരുന്നു. അതിൽ മായ വിശ്വനാഥിന് വോയിസ് കൊടുത്തിരുന്നു. അതല്ലാതെ എനിക്ക് എറണാകുളത്ത് വേറെ ചെയ്ത് പരിചയമില്ല. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു കോൾ വരുന്നു, ജയലക്ഷ്മി അല്ലേ? അതെ, ഞാൻ വിനയനാണ്. അപ്പോൾ ഞാൻ ആദ്യം വിനയനാണ്, എനിക്ക് എൻ്റെ മൂവിയിലൊന്ന് ഡബ് ചെയ്യണമായിരുന്നു, ജയലക്ഷ്മിയുടെ നമ്പറാണ് തന്നത്, പുതിയൊരു വോയിസ് വേണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ആരോ പറ്റിക്കണം, ഫോൺ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു, കുട്ടി ഞാൻ വിനയനാണ്, ഡയറക്ടർ വിനയനാണ്. അപ്പം എനിക്കൊരു പേടിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ വിനയൻ സാർ ഇപ്പം എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ സാറിന് ഓൾറെഡി ഒരു വോയിസ് വേണമെന്ന് വിചാരിപ്പം നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചതാണ്. സാറിൻ്റെ വർക്കിന് ചിത്രാഞ്ജലിയിലായിരുന്നു വന്നു. അപ്പോൾ സെക്കൻഡ് ഹീറോയിനായിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. രഘുവിൻ്റെ സ്വന്തം റസിയ അതിൽ വോയിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ അമ്മൂമ്മയുണ്ടല്ലോ. പിന്നെ അമ്മൂമ്മ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി അമ്മൂമ്മയുടെ ചേച്ചി വേറെ വോയിസൊക്കെ ചെയ്യുന്ന ആളല്ലോ, ഒന്ന് ചെയ്യാൻ പറ്റുമോ? നോക്കാം. അപ്പോൾ ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അങ്ങനെ അമ്മൂമ്മയ്ക്കും അങ്ങനെ അതിൽ വോയിസ് കൊടുത്തു. അതിലാണ് ഞാൻ സിനിമയിൽ അമ്മൂമ്മയ്ക്ക് വോയിസ് കൊടുത്തത്. പിന്നെ അതിനുശേഷം മിക്ക സിനിമകളിലും അമ്മൂമ്മ ക്യാരക്ടറൊക്കെ വരുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഉള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഈ ഒരു ക്യാരക്ടറെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സിനിമകളുണ്ട്. പക്ഷേ അവരിങ്ങോട്ട് പറയും, ചേച്ചി ഇത് ഞങ്ങൾ 3-4 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയതാണ്, അതുകൊണ്ട് പറ്റാഞ്ഞിട്ടാണ് ചേച്ചിയോട് പറയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് പിന്നെ അടുത്ത ക്യാരക്ടറും കൂടെ ഞാൻ കൂടുതലും ചെയ്യാൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് ത്രൂ ഔട്ട് ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ അവരോട് പറയും വേറെ ആളെ വിളിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞ് പോവും. ഇപ്പോൾ അടുത്ത് ലക്കി ഭാസ്കർ ചെയ്തപ്പോഴും അങ്ങനെ സംഭവം ഉണ്ടായി. ലക്കി ഭാസ്കറിലും ഞാൻ ഇതുപോലെ വോയിസ് കൊടുത്തത് മൂവി കണ്ടിരുന്നോ? ലക്കി ഭാസ്കറിൽ ദുൽഖറിൻ്റെ കൂടെ ഉള്ള ലതാ മേഡം ബാങ്ക് മാനേജർക്ക് വോയിസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നായികയുടെ അമ്മയ്ക്ക് വോയിസ് കൊടുത്തിരുന്നു. പിന്നെ RBI ഓഫീസർ. അപ്പോൾ അത് RBI ഓഫീസർക്ക് വേറെ ആരെ കൊണ്ട് കൊടുത്തിട്ട് എന്തോ മാച്ച് ആവാണ്ട് വീണ്ടും പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു വോയിസ്, ചെറിയൊരു സംഭവമുള്ള ഒരു കരച്ചിലാണ്, ആ കരച്ചിൽ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗുജറാത്തി പെണ്ണുണ്ടായിരുന്നു അതിൽ. ആ ഗുജറാത്തി പെണ്ണ് മലയാളവും പറയാൻ പാടില്ല, എന്നാൽ മലയാളം അറിയാത്ത പോലെ സംസാരിക്കണം. അപ്പോൾ അതും ഒരു ചെറിയ രീതിയിൽ 1-2 ലൈനേ ഉള്ളൂ, പക്ഷെ അതൊക്കെ അങ്ങനെ പാർട്ടാവാൻ പറ്റിയിട്ടുണ്ട് ലക്കി ഭാസ്കറിൽ.
അതുപോലെ പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല ഏത് സിനിമ. ഇത് ഇനി ശബ്ദത്തിന്റെ കാര്യം പറയുന്നതിന്റെ ഒരു വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം, ചേച്ചി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണോ അല്ല അതിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചു പോകുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ ഡബ്ബിംഗ് ആണല്ലോ, ആക്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ശബ്ദമാണ് എൻ്റെ കാതിൽ മുഴുവൻ ശബ്ദമാണ്. അപ്പോൾ ഒരിക്കലും അഭിനയത്തെ കുറിച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മോഹിച്ചിട്ടില്ല, അങ്ങനെ പറയേണ്ടി വരും. അല്ല, നമുക്ക് എനിക്ക് ഞാൻ അഭിനയിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല, അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഡബ്ബിങ് എവിടെ ഉണ്ടെങ്കിലും പോയി എനിക്ക് വിഷമമാണ്. അഭിനയിക്കാനിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് എന്നെപ്പോൾ എനിക്ക് പറ്റിയില്ലെന്ന് എനിക്കൊരു വിഷമമില്ല. പക്ഷേ ഡബ്ബിങ് അങ്ങനെയാണ്, അത് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഫസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട്, അപ്പോൾ ഈ ഫീൽഡിൽ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അഭിനയിച്ചൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അഭിനയിക്കണം കേട്ടോ, അഭിനയിക്കാതിരിക്കരുത്, നല്ല അവസരങ്ങളൊക്കെ കിട്ടിയേ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ നമ്മുടെ ഒരു പടമുണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ എന്താ, സിനിമയുടെ പേര് കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറഞ്ഞു. ആസിഫിൻ്റെ ചേച്ചിയായിട്ടാണ്. അപ്പോൾ ഡയറക്ടേഴ്സ് നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ നല്ല ക്യാരക്ടർ നമുക്ക് നോക്കാം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മേക്ക് ഓവർ ഉണ്ടെന്നുള്ളതൊക്കെ അറിയുന്നത് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വോയിസേ മാറ്റി കൊടുക്കുന്ന ആളാണ്. എൻ്റെ വോയിസിന് ഐഡൻറ്റിറ്റി ഇല്ല, ഇനി രൂപത്തിനും ഐഡൻറ്റിറ്റി ഇല്ലാതാവോ എന്നൊരു ഭയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഇതിലേക്ക് വന്നു. പക്ഷേ എൻ്റെ മകനാണ് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അവൻ പറഞ്ഞു, അമ്മേ അത് ക്യാരക്ടറാണ്, ക്യാരക്ടർ എപ്പോഴും ക്യാരക്ടറായിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയായല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് വറീഡാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, എനിക്കുള്ള അനുഭവങ്ങളാണ്. നമ്മൾ ഈ ഏജുള്ള ക്യാരക്ടർ മുഴുവൻ കൊടുത്ത് വളരെ ചെറുപ്പം മുതലേ ഏജുള്ള ക്യാരക്ടർ കൊടുത്ത് പിന്നെ 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 നമ്മൾ വിളിക്കുമ്പോൾ മുഴുവനും ഏജ് ക്യാരക്ടറാണ്. അമ്മൂമ്മ ഓക്കെ ജയലക്ഷ്മി വിളിക്കൂ. നമുക്ക് പറ്റുന്ന നമ്മുടെ വോയിസിനുള്ള ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യാം, കാരണം ഓൾറെഡി അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ ഹീറോ. അപ്പോൾ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, ഇനി ഇതിലും അങ്ങനെ ആയി പോകുമെന്ന്. ആ ഒരു ഭയം കൊണ്ടാണ്. പക്ഷേ ക്യാരക്ടറിലേക്ക് വന്നപ്പോഴാണ് ഞാനത് മിസ് ചെയ്തിരുന്നെങ്കിൽ വിഷമായി പോയേനെ. അത്രയും നല്ലൊരു മൂവിയും ഡയറക്ടേഴ്സും. പിന്നെ കെട്ടിയോളേണ്ട മാലാഖയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, രോമാഞ്ചം വന്നു പോകും. കാരണം എൻ്റെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമല്ല. അവിടെ ചെന്നപ്പോൾ നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും. ഒരു ആസിഫാണെങ്കിലും ചേച്ചിമാർ, മൂവി കണ്ടിട്ടുണ്ടോ കെട്ടിയോള? ആ മൂവി കാണുന്ന സമയത്ത് അത് കണ്ടിട്ടുള്ള ആരും മറക്കില്ല. ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങളവിടെ. ഞങ്ങളുടെ ആങ്ങളുടെ കല്യാണത്തിന് ചേച്ചിമാരെല്ലാവരും വീട്ടിലേക്ക് വരുന്ന ആ ഒരു പ്രതീതിയായിരുന്നു എൻ്റെ തലേ ദിവസമൊക്കെ. അല്ലാതെ ഒരു ഷൂട്ടാണെന്ന് ക്യാമറ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ക്യാമറയൊന്നും കാണുന്നേ ഇല്ല. ഞങ്ങൾ വീട്ടിലെ അമ്മ മക്കളപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരുന്ന സംസാരിക്കുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും, നിങ്ങൾ ശരിക്കും സിസ്റ്റേഴ്സാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താ, അല്ല ഞാൻ സാധാരണ സിനിമയിലൊന്നും ഇങ്ങനെ കാണാറില്ല, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിൽ. ഷൂട്ട് കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറയായിരിക്കും. ക്യാമറ സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞാലും നമ്മളവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കാരണമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, ഇത് നിങ്ങൾ സിസ്റ്റേഴ്സ് തന്നെയാണോ? നല്ല, ഞങ്ങൾ പല പല വീടുകളിൽ നിന്ന് വരുന്നത്. പിന്നെ എന്നോട് ചോദിക്കാം, നിങ്ങളുടെ അമ്മ തന്നെയാണോ, അത് മനോഹരിയമ്മ നിങ്ങളുടെ അമ്മയാണോ എന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും അറ്റാച്ച്മെൻറ്റിലാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളൊരു മനസ്സിലേക്ക് വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര താല്പര്യം തുടങ്ങി. കെട്ടിയോളേണ്ട മാലാഖ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, അപ്പോൾ ഇത് അഭിനയമല്ലല്ലോ, നമ്മളവിടെ ജീവിക്കുമായിരുന്നു എല്ലാവരും ചേച്ചിമാർ. പിന്നെ എൻ്റെ മേക്ക് ഓവർ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ പലർക്കും മനസ്സിലായില്ല. മാറ്റി ഒക്കെ ചെയ്തപ്പം, മേക്ക് ഓവറൊക്കെ ചെയ്തപ്പം പറഞ്ഞു നരയൊക്കെ ഇട്ടിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഡബ്ബിങ്ങിലേക്ക് തന്നെയാണ് ഞാൻ കൂടുതലും പോയത്. അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ട് പിന്നെ ലോക്ക്ഡൗൺ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലും വർക്കുകളൊക്കെ ഷൂട്ടും ഒക്കെ മാറി. പിന്നീട് എനിക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ലിജു സാറിൻ്റെ നൻപകൽ നേരത്തുമായിട്ടും എന്ന ചിത്രത്തിലേക്കാണ് ഓഫർ വരുന്നത്. അത് സാറ് തന്നെ സെലക്ട് ചെയ്ത്, സാറ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒരു നല്ല ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചത് അനീഷാണ് വിളിച്ചത്. അനീഷ് ജോർജാണ് എൻ്റെ അസോസിയേറ്റാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഡബ്ബിങ് പോകുമെന്നുള്ളത്, അത്രയും സമയം മാറി നിൽക്കുമ്പോൾ ഡബ്ബിങ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ് ഉള്ളിൽ. പക്ഷെ അതിനേക്കാളും വലിയ സംഭവം അവിടെ നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ മകൻ തന്നെയാണ് കേട്ടോ. അവൻ പറഞ്ഞു അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം അമ്മ, കാരണം നമുക്ക് അവസരങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടിയാൽ നമ്മൾ ചെയ്യാം. ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ട് ചെയ്യണം, നല്ല അവസരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ പോയാൽ എന്ത് ചെയ്യും, അങ്ങനെ അത് പോയി. പക്ഷേ അതും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഫസ്റ്റ് മൂവിയാണ്. ഒപ്പം ലിജോ സാറിൻ്റെ വർക്ക്. അപ്പോൾ അതും അവിടെ ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും.
അതിനുശേഷമാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ മൂവിയാണല്ലോ കെട്ടിയോളേണ്ടമാല. അവരുടെ തന്നെ മൂവി എന്താടാ സജി, അതിൽ നിവേദ തോമസിൻ്റെ അമ്മയായിട്ട് ചെയ്തു. ലാസ്റ്റ് അഭിനയിച്ച വർക്കുകളാണ്. പിന്നെ അവസരങ്ങൾ എനിക്ക് വന്നിരുന്നു, 2-3 വർക്കുകൾ വന്നിരുന്നു. പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഈ അടുത്ത് 2 മൂവീസ് വന്നതാണ്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഡബ്ബിംഗ് ആണ് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് നല്ല അവസരങ്ങൾ നമ്മൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്യും. ആക്ടിംഗ് ഒന്നും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ സെലക്ഷൻ കൂടുതൽ ഇതിലാന്ന് മാത്രം, ശ്രദ്ധ കൂടുതൽ ഇതിലാന്ന് മാത്രം ഡബ്ബിങ്ങിൽ. നമ്മളേ ജില്ലകൾ മാറി ഡബ്ബിങ്ങിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ പൂനം ബജ്വയ്ക്ക് അല്ലെ മേഹോ മുസൽ, അത് മലപ്പുറമാണ് ചെയ്തത്. നമ്മുടെ നാട് തൃശ്ശൂരാണല്ലോ. തൃശ്ശൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തൃശ്ശൂർ സ്ലാങ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് ഡബ്ബ് ചെയ്യാനായിട്ട്. ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. കാരണം തൃശ്ശൂർ സ്ലാങ്ങിൽ ഡബ്ബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം എൻ്റെ പേരാ വരിക, കാരണം തൃശ്ശൂർക്കാരിയാണല്ലോ. പക്ഷെ ഡബ്ബ് ചെയ്യാൻ പോകുന്ന സമയത്ത് വളരെ ഈസി ഗോയിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല തൃശ്ശൂർ സ്ലാങ്. പിന്നെ ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വരും. സൈലൻസ് എന്ന് പറഞ്ഞ മൂവിയിൽ മീര വാസുദേവിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിഷ മാത്യു സുനാമി മൂവിയിൽ ജീൻ പോൾ ഡയറക്റ്റ് ചെയ്ത ലാൽ സാറിൻ്റെ മകൻ, അതും ഈ ഡബ്ബിങ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ഡബ്ബിങ് വേണ്ട നാച്ചുറലായിട്ട് ഡബ്ബ് ചെയ്യണം അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. നാച്ചുറലായിട്ട് ഡബ്ബ് ചെയ്യണം. കൂടുതലും ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ വിളിക്കുന്നത് കുറവാണ് ശരിക്കും. പുതിയ വോയിസ് വേണം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഡബ്ബ് ചെയ്യണം. അപ്പോൾ എന്നെയും അതിൽ നിന്ന് തഴഞ്ഞതാണ് ഓൾറെഡി. അത് വേറൊന്നും കൊണ്ടല്ല, ഡബ്ബിങ് വേണ്ട, തൃശ്ശൂർ സ്ലാങ്ങിൽ ഡബ്ബ് ചെയ്യുന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചില്ല ആദ്യം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. പുള്ളി പ്രൊഫഷണൽ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ സിനിമയൊന്നും ഡബ്ബ് ചെയ്തിട്ടില്ല, എങ്ങനെ ജയലക്ഷ്മി ഡബ്ബ് ചെയ്യണ്ടേ ചോദിച്ചു. അപ്പോൾ ഈ ഡബ്ബ് ചെയ്യാൻ അറിയാത്ത ആളെ വേണം, അതാണ് ഉദ്ദേശിക്കുന്നത് അവർ. കാരണം അപ്പോൾ അവർ തൃശ്ശൂർ സ്ലാങ്ങിൽ അങ്ങനെ ഡബ്ബ് ചെയ്യാത്ത ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറഞ്ഞു പോകുമല്ലോ. അതായിരിക്കുന്നു അവർ ഉദ്ദേശിച്ചത്. ഡബ്ബിങ് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മോഡുലേഷൻ, ഇമോഷൻസ്, തിങ്സ് ഇതൊക്കെ ഇട്ട് കുറേ അങ്ങോട്ട് കിട്ടി അവർക്കത് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വിളിച്ചോളൂ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ജയലക്ഷ്മി ഞാൻ വിളിക്കണ്ട, എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്കൊരു ധൈര്യം തരണം. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, സാധാരണ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ വന്നു ഡബ്ബിങ്, പുള്ളി വോയിസ് ടെസ്റ്റിന് വന്നു പോയി. ഞാൻ പിന്നെ വിളിച്ചില്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കോൾ വന്നു. ലാൽ മീഡിയയിൽ നിന്ന് വീണ്ടും വിളിച്ചു, ചേച്ചി മറ്റേ തൃശ്ശൂർ സ്ലാങ്ങിൻ്റെ ഡബ്ബിങ് ഇല്ലേ, അത് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. ഞാൻ ചേച്ചിയുടെ പേര് പറഞ്ഞു, പക്ഷേ ഡബ്ബിങ് ആർട്ടിസ്റ്റ് വേണ്ടാന്നാണ് സാറ് പറയുന്നത്. ചേച്ചി ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. നേരത്തെ പറഞ്ഞില്ലേ ചാവേറിലത്തെ കേസ് പോലെ തന്നെ, അത് പക്ഷേ കണ്ണൂർ സ്ലാങ് ആയിരുന്നു. ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ബസ് ലാൽ സാറുണ്ട് അവിടെ, അപ്പോൾ സാറിനും തൃശ്ശൂർ സ്ലാങ് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ജയലക്ഷ്മി എനിക്ക് തൃശ്ശൂർ സ്ലാങ് ഒട്ടും അറിയില്ല കേട്ടോ, ഞാൻ കൊച്ചിയാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. 2 സീൻ ചെയ്തപ്പോൾ തന്നെ സാർ ഓക്കെ ആയി. പിന്നെ അത് ഒരുപാട് സീനുണ്ട് അതിലെ. ഒരു ഇരിങ്ങാലക്കുട, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട സ്ലാങ് എന്ന് പറയേണ്ടി വരും. ഇരിങ്ങാലക്കുട സ്ലാങ്ങിൽ സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. സാധാരണ തൃശ്ശൂർക്കാർ സംസാരിക്കുന്ന പോലെയല്ല. ഇരിങ്ങാലക്കുട, മണ്ണുത്തി ഭാഗത്തുള്ള വളരെ സ്പീഡാണ് സംസാരത്തിലൊക്കെ. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം തന്നെ എല്ലാവരും ഒരേപോലെയല്ല സംസാരിക്കുന്നത്, അതുപോലെ തൃശ്ശൂർ എല്ലാവരും ഒരുപോലെയല്ല സംസാരിക്കുന്നത്. അങ്ങനെ ആ വോയിസ് ത്രൂ ഔട്ട് കൊടുക്കാൻ പറ്റി. പക്ഷേ ആ സിനിമ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തൃശ്ശൂർ സ്ലാങ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നിട്ടില്ല അല്ലേ, സുനാമി ഒന്ന് കണ്ടു നോക്കണം, അപ്പോഴറിയാം. അതുപോലെ ദിവാഞ്ചി മൂലയിൽ 2-3 വോയിസ് കൊടുത്തിട്ടുണ്ട്. അനിൽ സാർ പറഞ്ഞു, ഒരു വോയിസ് കഴിഞ്ഞ് 2 വോയിസ്, ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും, ചിലപ്പോൾ ത്രൂ ഔട്ടൊന്നല്ല, ചിലപ്പോൾ ഒരു സീൻ, ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഡബ്ബിങ് ആർട്ടിന് അതുപോലെ തൃശ്ശൂർ പറയാൻ വേണ്ടേ, അപ്പം ഞാൻ തന്നെ ഇത്തിരി മാറ്റിയിട്ടൊക്കെ വേറെ വോയിസിലൊക്കെ ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗീത മാമിന് കൊടുത്തിട്ടുണ്ട്, ജിബൂട്ടിയിൽ ഗീത മാം. സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അതിൽ അംബിക, പഴയ നടി അംബിക. മേജർ എന്ന് പറഞ്ഞ മൂവിയിൽ രേവതി മാമിന് കൊടുത്തിട്ടുണ്ട്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ സ്റ്റോറി. അപ്പോൾ അത് ചെയ്തപ്പോഴും പലരും പറഞ്ഞു, മേജർ അത് കറക്റ്റ് രേവതിയുടെ വോയിസ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ജയലക്ഷ്മിയുടെ വോയിസ് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല എന്ന് 1-2 പേരും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇപ്പം ഈ അടുത്ത് രേഖ മാമിന് ഗുരുവായൂരമ്പല നടയിൽ, കുഞ്ഞൽദോ ഗുരുവായൂരമ്പല നടയിൽ, പിന്നെ ഇപ്പം ഈ അടുത്ത് ഫെസ്റ്റിവൽ മൂവിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. സി കേരളത്തിൻ്റെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സി കേരളത്തിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, രേഖാ മാമാണ് നമ്പർ തന്നത്, ഈ ഗുരുവായൂരമ്പല നടയിൽ ചെയ്ത ആളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മൂവിയും വിളിച്ചിട്ട് പറഞ്ഞു, രേഖാ മാമാണ് നമ്പർ തന്നത്, ഇത് ഈ സിനിമയിൽ ചെയ്ത ആൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷാരി മാമിന് ചെയ്തത് ജനഗണമനയിലാണ് ഫസ്റ്റ് ഷാരി മാമിന് ചെയ്തത്.
ജനഗണമന ചെയ്തിട്ടും അത് ഞാനാ ചെയ്തതെന്ന് പലരും ആദ്യം മനസ്സിലാക്കിയില്ല. പിന്നെ അറിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് സഹപ്രവർത്തകർക്കൊക്കെ അറിയായിരിക്കും, പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ ചെയ്തു. ഇപ്പം അടുത്ത് ഷാജി സാറിൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്തൊരു മൂവി ഇറങ്ങിയിട്ടില്ല. ജഗൻ്റെ മൂവിയിൽ ആൾ IPS ഓഫീസറാണ്, ശരി മാം. ആർക്ക് ചെയ്തു? രോഹിണി. ഇപ്പം ARM അതിന് മുന്നേ വാലാട്ടി കണ്ടിട്ടുണ്ടാവും. വാലാട്ടി, ഖുഷി എന്ന് പറഞ്ഞ ജയറാമേട്ടൻ്റെ കൂടെയുള്ള ഖുഷി എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ അറിയുന്ന ആളുകളാണ്. പക്ഷെ അറിയാത്ത ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർക്കും വോയിസ്. അതിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചിലപ്പോൾ ആ സിനിമയിൽ മാത്രമേ അവർ ഉണ്ടാവുള്ളൂ. ഒരിക്കലും എനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ വോയിസ് മാറ്റി ചെയ്യുമ്പോൾ ചില സമയത്ത് ഞാൻ സിനിമകൾ പേര് എൻ്റെ മെമ്മറിയിൽ നിന്ന് പോകും. ഞാൻ ഡബ് ചെയ്യും കൂടെ പോരും, സിനിമയുടെ പേരുമില്ല, എഴുതി വയ്ക്കില്ല, ഒന്നുമില്ല. പക്ഷേ ഒരിക്കൽ എന്നെ ഒരു ലേഡി വിളിച്ചിട്ട് വന്നു, ജയലക്ഷ്മി അല്ലേ? അതെ, ഞാൻ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇനി സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റൊക്കെ എന്നെ വിളിക്കുന്നത് ഇനി എന്താണ് പ്രശ്നം അറിയില്ലല്ലോ. ഞാനേ ജയലക്ഷ്മി അച്ഛൻ ഒരു വാഴ വെച്ചു, അങ്ങനെ എന്തോ ഒരു സിനിമ പറഞ്ഞു, അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. ജയലക്ഷ്മി എനിക്ക് വേണ്ടി ഡബ്, ഞാനത് അഭിനയിച്ചിട്ടുണ്ട്, ജയലക്ഷ്മി എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇനി ഞാൻ തന്നെയാണോ? കാരണം വേറെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും തെറ്റിയ അല്ല, എനിക്ക് സന്ദീപാണ് നമ്പർ തന്നത്. അപ്പോൾ സന്ദീപ് വിസ്മയ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയറാണ്, അതാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യുമോ? എനിക്ക് പറഞ്ഞാൽ മതി, ആണോ, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞാൽ അവിടെ. പക്ഷേ എനിക്കൊരു വേറൊരാൾക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ എന്തിനാണ് ഞാൻ മേടിക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണോ ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ല ജയലക്ഷ്മിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സന്ദീപിൻ്റെ ആ കൂടെ ഞാൻ ഇതുവരെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സന്ദീപ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മാഡം ഒന്ന് ചോദിക്കുമോ, ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, യെസ് ഓർ നോ പറയണേ. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടോ, ഞാൻ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. ഞാൻ സന്ദീപിനെ തന്നെ വിളിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞു, ഞാൻ ഈ അടുത്തൊന്നും സിനിമ ഒക്കെ മിക്സിങ്ങിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആരായിരിക്കും? അസോസിയേറ്റ് വല്ലവരും ആയിരിക്കും, അവർക്ക് തെറ്റിപ്പോയതാ, സൗണ്ട് എഞ്ചിനീയർ ആവില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മാഡത്തിനെ വിളിച്ചു. മാഡത്തിനെ വിളിക്കുന്ന സമയത്ത് മാഡം സുപ്രീം കോർട്ടിൽ അവിടെ. അപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഹലോ ഞാൻ കോടതിയിലാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ മാം, ആ വോയിസ് ജയലക്ഷ്മി തന്നെയാണ് ചെയ്തത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയ ജാട കാണിക്കുക, അഹങ്കാരം കാണിക്കുക. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് അതിന് ശേഷം ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്തിട്ടേ ഞാൻ പറയാം. ആദ്യം തന്നെ അപ്രീസിയേഷനൊക്കെ മേടിച്ച് വെക്കും, എന്നിട്ടേ ഞാൻ അന്വേഷിക്കുകയുള്ളൂ. കാരണം അവർ വിചാരിക്കും ഭയങ്കര ജാട കാണിക്കുകയാണെന്നേ. പക്ഷെ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. തീർച്ചയായിട്ടും അത് വേറൊരാൾക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ നമ്മളെന്തിനാ വെറുതെ മേടിക്കണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ചിലപ്പോൾ അതോടുകൂടി അവസാനിക്കുമല്ലോ, പിന്നെ ചിലപ്പോൾ അവരെ വിളിച്ചൊന്നും വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കും മാഡം എന്ന് അന്വേഷിക്കുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇത് പറയുമ്പോൾ ചോദിക്കട്ടെ, ഇപ്പം 1000 Babies വന്നു, ഞങ്ങളൊക്കെ ജയലക്ഷ്മി ചേച്ചിയെ കുറിച്ച് ഒത്തിരി പേര് അങ്ങനെ ആയിരിക്കും അറിയാനും കൂടുതൽ അന്വേഷിക്കാനും ഒക്കെ. അപ്പോൾ സംസാരിക്കുമ്പോൾ അന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എനിക്ക് എൻ്റെ കഥാപാത്രങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ ഇരിക്കാനാണ് ഇഷ്ടം, ഞാൻ അവിടെ പ്രസക്തമല്ല, ക്യാരക്ടേഴ്സാണ് നന്നാവേണ്ടത്, അല്ല എന്നെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അതൊരു സൈഡ് ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ചേച്ചി ഒരു സിനിമയിലേക്ക് വിളിച്ചാൽ നമുക്ക് ഒട്ടും സാമ്യമില്ലാതെ ഇത് ജയലക്ഷ്മിയാണെന്ന് മനസ്സിലാവാതെ പല ക്യാരക്ടേഴ്സിന് വോയിസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലെ തന്നെ ഇവളിവിടെ ഇല്ലായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അത്തരം എന്തെങ്കിലും ആണോ? അതാണ് കൂടുതലും. പറയാവുന്ന വല്ലതും ഉണ്ടോ? വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷെ അത് കേൾക്കുന്നവർക്ക് അറിയാം ആരൊക്കെയാണെന്നുള്ളത്. ഞാനെപ്പോഴും കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ആരുടെയും പിന്നാലെ പോകാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ ജസ്റ്റിഫൈ ചെയ്യാറില്ല ആരെയും. അതുപോലെ തന്നെ അത് ക്ലിയർ ചെയ്യാനും പോകാറില്ല. അതിൻ്റെ വരണ സമയത്ത് ആ വീല് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആ സമയത്ത് വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. അല്ലാതെ എനിക്ക് അനുഭവങ്ങളുണ്ട്, പലപ്പോഴും എന്നെ വർക്കുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വോയിസ് ഓക്കെ ആണ്, ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് വർക്കുകൾ പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരു പരാതി പറയാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവർ വരെ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈഗോ പ്രശ്നങ്ങളായിരിക്കാം. നമ്മളൊരു പുതിയ ഒരാളാണ് എന്നുള്ള രീതിയിൽ നമ്മളെ അത് ഉയർത്തി വിടാതിരിക്കാൻ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഒരിക്കലും 1-2 പേരെന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇന്നലെ വന്ന ആളുകൾ, ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ളത്, അത്രയ്ക്ക് അവിടെ ഇരുന്നാൽ മതിയെന്ന്. അത്രയ്ക്ക് അങ്ങ് കയറി വരണ്ട, അവിടെ ഇരുന്നോളെ. അപ്പോൾ നമുക്ക് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മളെ എപ്പോഴും ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് പറയാൻ ചിലപ്പോൾ അവർ മടിക്കും.
ഇങ്ങനെ ആൾ വിളിക്കണ്ട. ഈ അടുത്ത് പോലും ഒരു വർക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവർ വിളിക്കുന്നതിന് അവർ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയും വർക്കുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ചില സമയത്ത് വോയിസ് ഓക്കെ ഇത് തന്നെ വേണമെന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മളെ തന്നെ വിളിച്ചിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും നെഗറ്റീവ്സ് പറയാനല്ലല്ലോ നമുക്ക് താല്പര്യമില്ല. നെഗറ്റീവ്സ് പറയാൻ ഒരിക്കലും താല്പര്യം. നമ്മളെപ്പോഴും പോസിറ്റീവ് സംസാരിക്കാനും പോസിറ്റീവ് വൈബിലൂടെ പോസിറ്റീവ് കണ്ണിലൂടെ കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ്സ് മാത്രം പറഞ്ഞാൽ മതി. അതിന് പറഞ്ഞേ കർമ്മ എന്ന് പറയുന്ന അതിൻ്റെ റിസൾട്ട് പിന്നെ വരും. തീർച്ചയായിട്ടും. കാരണം അത് തന്നെ വലിയ തെളിവാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ചേച്ചി എത്രത്തോളം വരണ്ടാന്ന് ആഗ്രഹിക്കുമ്പോഴും ചേച്ചിയെ ആ ഒരു എന്തോ ഒരു ശക്തി നമ്മൾ പറയുന്നത് അത് ചേച്ചിയെ ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടിട്ടു എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഇനി മുന്നോട്ടുള്ള യാത്ര ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ ചേച്ചി ശബ്ദങ്ങളെ പ്രണയിച്ച് ജീവിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അവിടെ കൂടുതൽ ചേച്ചിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള എല്ലാ സ്പേസും ചേച്ചിയുടെ സ്വന്തമാവട്ടെ. ഒപ്പം അഭിനയത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ ചേച്ചി. ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇതിലൂടെ ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എന്നെ ഈ ചാനലിലേക്ക് വിളിച്ചതിലും എനിക്ക് വളരെ സന്തോഷം. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് കാരണക്കാരായ കുറച്ച് പേരും ഉണ്ടാവും. ഞാനിവിടെ എത്തിപ്പെടാനുള്ള അവരുടെ പേരും കൂടെ എനിക്ക് പറയണം. കാരണം ഞാൻ ഈ ഇത്രയും വർഷങ്ങളായിട്ടോടെ വർക്ക് ചെയ്യുന്ന സമയത്തും എന്നെ 2 കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉല്ലാസ് എന്ന് പറഞ്ഞൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യനാണ് എന്നെ പറഞ്ഞ്, ചേച്ചിയാണല്ലേ ശ്വേതാ മേനോന് വോയിസ് കൊടുത്തത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ ഈ 4 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ചേച്ചിയുടെ പേരും ആരും ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ചേച്ചിയുടെ നമ്പറും കിട്ടിയില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, എപ്പോഴായാലും പരിചയപ്പെട്ടല്ലോ, കുഴപ്പമില്ല. അവർ ഇടയ്ക്ക് വിളിച്ചിട്ട് അപ്പോൾ അവരാണ് എൻ്റെ വോയിസൊക്കെ എഡിറ്റ് ചെയ്ത് 1-2 അയച്ചിരുന്നത്. അത് കണ്ടപ്പോഴാണ് പലർക്കും മനസ്സിലായി ഞാനാണ് ആ വോയിസ് കൊടുത്തതെന്ന്. അപ്പോൾ ഉല്ലാസോമൻ അല്ലേ? ഉല്ലാസോമൻ, അതുപോലെ റിഷ്വിൻ. അപ്പോൾ ഉല്ലാസ് വഴിയാണ്. അപ്പോൾ ഉല്ലാസ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് റിഷ്വിൻ ഇപ്പോൾ 2 പേരും സംസാരിക്കും. അവർ എല്ലാവർക്കും, ഒരാൾക്കെന്നല്ല എല്ലാവർക്കും പ്രൊമോഷൻ കൊടുക്കുന്നവരാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ആർട്ടിസ്റ്റുകളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ആ 2 പിള്ളേരും എടുക്കുന്ന എഫേർട്ട് വളരെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വോയിസ് ആർട്ടിസ്റ്റുകളെ പലരും അറിയുന്നില്ല. കാരണം പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ആരും അറിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ വോയിസ് ആർട്ടിസ്റ്റുകളെ ആരും അറിയുന്നില്ല. പക്ഷേ ഇവരെ പോലുള്ള ആളുകളാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആദ്യം അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് അവർക്കാണ്. പിന്നെ റിഷ്വിനാണെങ്കിലും അത് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് ചെയ്തു തരികയും വളരെ താങ്ക്ഫുള്ളാണ് അവരോട്. അതുപോലെ പറയാനുള്ളത്, നമ്മളെ വർക്കിന് വിളിച്ചിട്ടുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സ്, അവരെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത എല്ലാ സ്റ്റുഡിയോയിലും സൗണ്ട് എഞ്ചിനീയേഴ്സിനോടും ആദ്യം താങ്ക്സ് പറയും. അതുപോലെ എന്നെ വർക്കിന് വിളിച്ച കൺട്രോളേഴ്സിനോടും, നല്ലവരും ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ കൺട്രോളേഴ്സിനോടാണെങ്കിലും അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയേഴ്സിനോടാണെങ്കിലും ഞാൻ ചെയ്ത സ്റ്റുഡിയോസിനോടാണെങ്കിലും ഒക്കെ ഈ സമയത്ത് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റിയത്. ഒരു വ്യക്തിയുടെ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇപ്പോഴും പുറത്തിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവരവരുടെ കഴിവുകൾ റീൽ വഴി ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അതിനോട് നമുക്ക് മറ്റൊരാളുടെ സഹായത്താൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് വിസ്മയ ലാൽമീഡിയ സ്റ്റുഡിയോയിലാണ്. അതിലും കൂടുതലും വിസ്മയ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അവരോടും എനിക്ക് എൻ്റെ നന്ദി അറിയിക്കാനുണ്ട്, എല്ലാവരോടും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റില്ല. നമ്മുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 15-18 വർഷത്തെ കാലം ആലോചിക്കുമ്പോൾ ഒരു സിനിമയിൽ ഡബ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എൻ്റെ കഥകൾ പറഞ്ഞപ്പം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത്രയും ക്യാരക്ടറുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയും കൂടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.